ശ്രീ ഷാബു പ്രസാദ്, ഇപ്പോൾ റെജി ലൂക്കോസ് പറഞ്ഞ ഇന്നു മുതൽ കാര്യങ്ങൾ കുറച്ച് സുഗമമായി, ഇനിയിപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കാം. നേരത്തെ ഞങ്ങളുടെ റിപ്പോർട്ടർ വിനോദ് പറഞ്ഞ പോലെ ഭാഗ്യം കൊണ്ടാണ് ഇന്നലെ അവിടെ കൂടിയ ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് അനിഷ്ടകരമായ പലതും സംഭവിച്ചു എങ്കിലും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാതിരുന്നത്. അതിനിയും ഈ തീർത്ഥാടന കാലം മുഴുവൻ സുഖമായി പോകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? സത്യം പറയാലോ രഞ്ജിത്തെ, ഓരോ തീർത്ഥാടന കാലം വരുമ്പോഴും മനമുരുകി പ്രാർത്ഥിക്കുന്നത് ഭഗവാനെ ഇതൊന്ന് കഴിഞ്ഞാൽ മതി. കാര്യം പേടിച്ചാണ് ഇരിക്കുന്നത്. നമ്മൾ ഒന്നാമത്തെ കാര്യം, ശബരിമലയിലെ ഈ തിരക്ക് എന്ന് പറഞ്ഞാല് ആ തിരക്ക് അതിനപ്പുറം ഉപയോഗിക്കാൻ വേറൊരു വാക്കില്ലാത്തത് കൊണ്ടാണ് നമ്മൾ തിരക്കെന്ന് പറയേണ്ടി വരുന്നത്. അത്ര ഭീകരമാണ് അവിടുത്തെ ക്രൗഡ് എന്ന് പറയുന്നത്. ഒരു മണ്ഡലകാലത്ത് ശബരിമലയിൽ എത്തുന്ന ആൾക്കാരുടെ എണ്ണം ഏതാണ്ട് കേരളത്തിന്റെ ജനസംഖ്യയുടെ അടുത്ത് വരുന്നുണ്ട്. അത്ര നമ്മൾ ഈ 1 ലക്ഷം 1.5 ലക്ഷം എന്ന് പറയുന്ന കണക്കൊന്നും അല്ല. ഇത് എത്ര കാലമായി നടക്കുന്ന കാര്യമാണ്. എന്നിട്ട് ഈ നമ്മളിപ്പോ ഓരോ വർഷവും കേൾക്കുക ശബരിമല മാസ്റ്റർ പ്ലാൻ, ശബരിമലയിലെ ഹൗ ടു കൺട്രോൾ ക്രൗഡ് മാനേജ്മെന്റ്, ഇങ്ങനെയുള്ള ഈ താത്വിക അവലോകനങ്ങൾ കണ്ട് 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 മനസ്സ് മടുത്തുപോയി. ഈ രഞ്ജിത്ത് തന്നെ എത്ര കാലമായി? രഞ്ജിത്ത് മാധ്യമപ്രവർത്തനം തുടങ്ങിയിട്ട് എത്ര കാലമായി? ഈ കാലത്തിനിടയിൽ എത്ര പ്രാവശ്യം ഈ ശബരിമലയിലെ ക്രൗഡ് കൺട്രോൾ എന്നും ക്രൗഡ് മാനേജ്മെന്റ് എന്നും നമ്മൾ കേട്ടിട്ടുണ്ട്? എന്നിട്ട് എന്താ ഇവിടെ നടന്നിട്ടുള്ളത്? എന്ത് നടന്നു എന്നുള്ളൊരു ഇത് ചില്ലറ കാര്യമല്ലല്ലോ. ബഹുമാനപ്പെട്ട അനിൽ പിള്ളയിൽ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു, ഈ വെർച്വൽ ക്യൂ എന്ന് പറയുന്ന ഏർപ്പാട് എന്തിനാണ് ഈ വെർച്വൽ ക്യൂ? കൃത്യമായി അവിടെ എത്തുന്ന ആളുകളുടെ എണ്ണം അത് കൺട്രോൾ ചെയ്യുക, അതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ കൈക്കൊള്ളാൻ. ഇതാണ് വെർച്വൽ ക്യൂ എന്ന് പറയുന്നത്. വെർച്വൽ ക്യൂവിന്റെ ഉദ്ദേശം തന്നെ ഇത് തന്നെയാണ്. ഇതിന് പകരം അദ്ദേഹം വളരെ വേറിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിൻ്റെ അകത്ത് എത്ര ഡേറ്റ കച്ചവടം ഉണ്ട്. കാര്യം ഓരോരുത്തരും അവരുടെ ആധാർ കാർഡും ആധാർ ഡീറ്റെയിൽസും പേരും നാളും വയസ്സും വരുന്ന പ്രദേശം ഇതെല്ലാം കൊടുത്തിട്ടാണ് ഈ വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്യുന്നത്. ഇവർക്ക് കിട്ടുന്ന ഒരു അതിഭീകരമായ ഭീമൻ ഡേറ്റാബേസ് ആണത്. അതല്ലാതെ ഈ വെർച്വൽ ക്യൂ കൊണ്ട് ശബരിമലയിൽ എന്ത് പ്രയോജനം ഇത്രയും കാലത്തിനിടയിൽ ഉണ്ടായി? ഈ വെർച്വൽ ക്യൂ വരുന്നതിന് മുൻപ് എനിക്ക് ഓർമ്മയില്ല ഞാൻ ആദ്യമായിട്ട് എന്നാ ശബരിമല പോയത്. അത്രമാത്രം കാലമായിട്ട് ശബരിമല പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് ശബരിമലയിലെ തിരക്ക് എന്ന് പറയുന്നത് ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ്. 1.5 ലക്ഷം 2 ലക്ഷം ആൾക്കാരൊക്കെ ഒരു ദിവസം ആവറേജ് അവിടെ വരുന്ന, അതായത് ഈ 41 മകരവിളക്കിനും 41 ഒക്കെ അടുപ്പിച്ച് വരുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ദുരന്തങ്ങളും ഉണ്ടായിട്ടുണ്ട്, പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നല്ല പറഞ്ഞത്. പക്ഷേ ആ സമയത്തും ഇതിനെക്കാട്ടിൽ പെർഫെക്റ്റ് ആയിട്ട് ശബരിമല മാനേജ് ചെയ്തിരുന്നു എന്നുള്ളതൊരു വാസ്തവമാണ്. അപ്പോൾ ഈ ശബരിമലയുടെ മാനേജ്മെന്റ് ഈ തിരക്ക് അതിൻ്റെ അകത്ത് എന്തോ മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടോ എന്ന് ഭക്തജനങ്ങൾ സംശയിച്ചാൽ അതിൽ കുറ്റം പറയാൻ പറ്റില്ല. ഇത്ര വലിയ വിവാദങ്ങൾ ഉണ്ടായിട്ടില്ലെന്നേ, ഇത്ര ഭീകരമായ അവസ്ഥ ഉണ്ടായിട്ടില്ലെന്നേ. അതായത് ഒരു ദിവസം 85,000 90,000 ഭക്തജനങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ശബരിമല മാറി എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ വളരെ വലിയ കെടുകാര്യസ്ഥതയും ഗൂഢാലോചനയും നടന്നിട്ടുണ്ട് എന്ന് ന്യായമായും നമുക്ക് സംശയിക്കാം. ഹൈക്കോടതി അത് പറഞ്ഞു, കഴിഞ്ഞ വർഷം മുരളീധരൻ ഇത് പറഞ്ഞു. ഇതിന്റെ ന്യായമല്ല. നമ്മുടെ കൺമുമ്പിൽ കാണുന്ന നാം അനുഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് വലുത്. അതിനാണ് പ്രധാനം. അല്ലാതെ കഴിഞ്ഞ വർഷം ഹൈക്കോടതി പ്രശംസിച്ചു, കെ മുരളീധരൻ ഗംഭീരമായിട്ടുണ്ടെന്ന് പറഞ്ഞു, മറ്റേ ഇങ്ങനെ പറഞ്ഞു, മറിച്ച് നമ്മൾ എന്താണ് നമ്മുടെ കൺമുമ്പിൽ കാണുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ പറഞ്ഞല്ലോ, അതായത് ഞാന് എന്റെ മക്കളെ കൊണ്ട് ശബരിമല പോയപ്പോ ഒരു പ്രാവശ്യം കുട്ടികളായിരിക്കുന്ന സമയത്ത്, അതോടുകൂടി ഞാൻ ഈ സീസണിൽ പോകുന്ന പരിപാടി നിർത്തി. ഞാൻ പിന്നെ ഓഫ് സീസണിലേ പോകാറുള്ളൂ. എന്റെ 7 മണിക്കൂറാണ് ക്യൂ നിന്നത്. 7 മണിക്കൂർ. അതായത് ഇവിടെ മുതല് മരക്കൂട്ടം മുതൽ സന്നിധാനം വരെ ദർശനം കിട്ടുന്നത് വരെ എന്റെ മക്കളെ കൊണ്ട് ഞാൻ നിന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ശബരിമല ഒരു കാനന ക്ഷേത്രമാണ്, അയ്യപ്പൻ ഒരു വനദേവതയാണ്. ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് എത്ര ആൾക്കാരെ അവിടെ ഒരേ സമയം ഉൾക്കൊള്ളാൻ കഴിയും?
ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് വേണ്ടേ അവിടേക്ക് ആ ക്രൗഡ് മാനേജ്മെന്റിന്റെ സിസ്റ്റം തീരുമാനിക്കാൻ? അതൊന്നുമില്ലാതെ എല്ലാം അയ്യപ്പന് വിട്ടുകൊടുത്തുകൊണ്ട് എന്തെങ്കിലും നടക്കട്ടെ എന്ന് നമുക്ക് വിചാരിച്ചാൽ എന്തായിരിക്കും ശബരിമലയുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. എന്ത് വേണം കാണിക്കട്ടെ, ഇത് പണ്ടാരം ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി എന്നുള്ള മട്ടിലാണ് ഈ കേരള സർക്കാർ, ഈ കേരള ഗവൺമെന്റ് ഈ കാര്യങ്ങളാണ് നിൽക്കുന്നത്. ഒരവധാനതയും ഇല്ലാതെ, ഒരു ഉത്തരവാദിത്വ ബോധവും ഇല്ലാതെ. എന്തോ ഒരു ശല്യമോ, കുറെ അയ്യപ്പന്മാരും ഉണ്ട്, കുറെ ഇതുകൊണ്ട്. ഇതാണ് ഇവരുടെ മനോഭാവം. ഇതാണ് ഇവരുടെ മനോഭാവം. ആ കിട്ടുന്ന കാശ് മാത്രം, അവരിവിടെ ചെലവാക്കുന്ന പണം മാത്രം മതി. ഇയാൾ തൊഴുതാലും ശരി, തൊഴുതില്ലെങ്കിലും ശരി, കണ്ടാലും ശരി, കണ്ടില്ലെങ്കിലും ശരി, ഇതാണ് അവിടെ നടക്കുന്നത്. ഇത് സാധാരണഗതിയിൽ ഇന്ന് 1-ാം തീയതി നട തുറക്കുന്ന സമയത്ത് ഈ ദേവസ്വം മന്ത്രി എന്ന് പറയുന്ന ആ സാധനം ആരായാലും അതിന്റെ മുമ്പില് ഇങ്ങനെ കയ്യും കെട്ടി ഒരു നിപ്പിൻ ഉണ്ടായിരുന്നു, ഒരു ടാബ്ലോ പോലെ നിൽക്കുന്ന ഒരു സീൻ. അല്ല, ഇത്തവണ അതിനൊരു പരിമിതി ഉണ്ടായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനമൊക്കെ വന്ന പശ്ചാത്തലത്തിൽ മന്ത്രിക്ക് നേരിട്ട് ഇത് വിലയിരുത്താൻ സാധിക്കില്ല, ഉദ്യോഗസ്ഥരുടെ യോഗം വിളിക്കാൻ സാധിക്കില്ല. ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു മൂല കാരണമായി ഈ അവർ പറയുന്ന കാര്യങ്ങളൊന്നും ഇതാണ്. അല്ല, ഇവർക്കറിയില്ലേ രഞ്ജിത്തെ, ഈ തീർത്ഥാടന കാലം, ഈ മണ്ഡലകാലം വരുന്നുണ്ടെന്നുള്ള കാര്യം? ഈ സമയത്ത് തദ്ദേശ സ്വയംഭരണ എല്ലാ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളും നടക്കുന്നത് ശബരിമല തീർത്ഥാടന കാലത്താണ്. നവംബർ ഡിസംബർ കാലത്താണ് ഈ കണ്ട കാലം മുഴുവനും നമ്മുടെ നാട്ടിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. ആദ്യമായിട്ടല്ല ഈ നാട്ടിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും ശബരിമല സീസണും കൂടെ ഒരുമിച്ച് വരുന്നത്. എല്ലാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളും മണ്ഡലകാലത്ത് തന്നെയാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഇവർ മനുഷ്യൻ ജീവൻ എന്ത് വിലയാണ് കൽപ്പിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കി അതിന്റെ ന്യായം പറയുന്നത്. ഇത് നമുക്ക് ഇപ്പോൾ പറഞ്ഞില്ല, അയ്യപ്പനിലുള്ള വിശ്വാസം നമുക്ക് അടിക്കടി കൂടി വരുന്ന കാര്യം. അതുകൊണ്ട് മാത്രമാണ് ശബരിമലയിൽ ഒന്നും സംഭവിക്കാത്തത് ഇതുവരെ. തിരിച്ചു വരാം. ദയവായി തുടരുക. ശ്രീ അനിൽവിളയിൽ, ഇന്നിപ്പോൾ ദേവസ്വം ബോർഡ്